ഭരണഘടനയിൽ നിന്ന് ആർട്ടിക്കിൾ 370 റദ്ദാക്കിയതിനു ശേഷം അവിടുത്തെ ജനങ്ങൾ സമാധാനപരമായ അന്തരീക്ഷത്തിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. എന്നാൽ കോൺഗ്രസ് പാർട്ടി ആ സ്വാതന്ത്ര്യത്തെയും സമാധാനത്തെയും തച്ചുടയ്ക്കാനാണ് ശ്രമിക്കുന്നത്. കാശ്മീരിനെ വികസനത്തിന്റെ പാതയിലേക്ക് കൊണ്ടുവരാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വഹിച്ച പങ്കും വളരെ വലുതാണ്. ഇപ്പോൾ കാശ്മീരിനെ കുറിച്ച് BJP നേതാവും മുൻ MP-യുമായ സ്മൃതി ഇറാനി പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് നോക്കാം. നാഷണൽ കോൺഗ്രസ് പാർട്ടി വിഘടനവാദവും ഭീകരവാദവും പ്രോത്സാഹിപ്പിച്ചപ്പോൾ പ്രധാനമന്ത്രി മോദി ജമ്മു കാശ്മീരിൽ സമാധാനവും വികസനവും കൊണ്ടുവന്നുവെന്നും സ്മൃതി ഇറാനി പറഞ്ഞു. രാംഗഡ് നിയമസഭാ മണ്ഡലത്തിലെ BJP സ്ഥാനാർത്ഥിയായ ഡോക്ടർ ദേവേന്ദർ മാന്യാലിന്റെ തിരഞ്ഞെടുപ്പ് റാലികളിൽ സംസാരിക്കവെയാണ് സ്മൃതി ഇറാനി ഇക്കാര്യങ്ങൾ പറഞ്ഞത്. ശാക്തീകരണത്തിന് വേണ്ടിയാണ് മോദി സർക്കാർ പ്രവർത്തിക്കുന്നത്. നേരത്തെ പുറത്ത് വിവാഹം കഴിച്ച് ജമ്മു കാശ്മീരിലെ സ്ത്രീകൾക്ക് എല്ലാ അവകാശങ്ങളും നിഷേധിക്കപ്പെട്ടിരുന്നു. എന്നാൽ ആർട്ടിക്കിൾ 370, 35A എന്നിവ മോദി സർക്കാർ റദ്ദാക്കിയതിനു ശേഷം ജമ്മു കാശ്മീരിലെ സ്ത്രീകൾക്ക് ഇപ്പോൾ പുറത്ത് വിവാഹം കഴിച്ചതിനു ശേഷവും തുല്യ അവകാശമുണ്ട് എന്ന് അവർ പറഞ്ഞു. ജമ്മു കാശ്മീരിലെ BJP സർക്കാർ ഓരോ കുടുംബത്തിലെയും ഏറ്റവും മുതിർന്ന സ്ത്രീകൾക്ക് പ്രതിവർഷം 18,000 രൂപ നൽകുമെന്നും സ്മൃതി ഇറാനി പറഞ്ഞു. കൂടാതെ ജമ്മു കാശ്മീരിനെ രാജ്യത്തെ ഏറ്റവും വികസിത സംസ്ഥാനമാക്കി മാറ്റാനുള്ള പാതയിൽ പ്രധാനമന്ത്രി മോദി എത്തിച്ചുവെന്നും ഇറാനി പറഞ്ഞു. ഇതിനു പുറമെ ആർട്ടിക്കിൾ 370 റദ്ദാക്കിയതിനു ശേഷം സമൂഹത്തിന്റെ എല്ലാ വിഭാഗങ്ങളിലുമുള്ള ആളുകൾക്ക് നീതി ലഭിച്ചിട്ടുണ്ട് എന്നും അവർ പറഞ്ഞു. തീവ്രവാദവും വിഘടനവാദവും ഇപ്പോൾ പഴയ കാര്യങ്ങളാണ് എന്നും സമാധാനവും സമൃദ്ധിയും എല്ലാവരും ആസ്വദിക്കുന്നുണ്ട് എന്നും ഈ മേഖലയിൽ വിനോദസഞ്ചാരികളുടെ എണ്ണത്തിൽ ഗണ്യമായ വർധനവുണ്ടായതായും അവർ വ്യക്തമാക്കി. പ്രധാനമന്ത്രി കിസാൻ നിധി യോജന പ്രകാരം കർഷകർക്ക് 10,000 രൂപയും വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പുകളും യാത്രാ അലവൻസുകളും നൽകുമെന്നും കൂടാതെ സ്ത്രീകൾക്ക് ഓരോ വർഷവും 2 സൗജന്യ LPG സിലിണ്ടറുകൾ നൽകുമെന്നും അവർ അറിയിച്ചു. അതേസമയം BJP മാത്രമാണ് ജമ്മു കാശ്മീരിലെ ജനങ്ങളുടെ അഭ്യുദയകാംക്ഷികളെന്നും സമാധാനത്തിനും വികസനത്തിനും ഉറപ്പ് നൽകുന്നുവെന്നും ചടങ്ങിൽ സംസാരിക്കവേ BJP സ്ഥാനാർത്ഥിയായ മാന്യാൽ പറഞ്ഞു. ജമ്മു കാശ്മീരിൽ BJP സ്വന്തം നിലയിൽ അടുത്ത സർക്കാർ രൂപീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. കാശ്മീർ തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് അമിത്ഷാ ചില കാര്യങ്ങൾ അന്ന് പറഞ്ഞിരുന്നു. 3 കുടുംബങ്ങളും ജമ്മു കാശ്മീരിനെ കൊള്ളയടിച്ചു. NCയും കോൺഗ്രസും അധികാരത്തിൽ വന്നാൽ ഭീകരത തിരിച്ചു വരുമെന്നും BJP അധികാരത്തിൽ വന്നാൽ ഭീകരതയെ തലയുയർത്താൻ അനുവദിക്കില്ല എന്നും അമിത്ഷാ പറഞ്ഞിരുന്നു. ജമ്മു കാശ്മീരിൽ കോൺഗ്രസിന്റെയും ഫറൂഖ് അബ്ദുള്ളയുടെയും സർക്കാർ രൂപീകരിക്കാനാവില്ല എന്നും ഷാ പറഞ്ഞു. സംസ്ഥാന പദവി പുനഃസ്ഥാപിക്കുമെന്ന വാഗ്ദാനങ്ങൾ നൽകി കോൺഗ്രസ് നേതാവായ രാഹുൽ ഗാന്ധി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് എന്നും അതേപോലെ സംസ്ഥാന പദവി നൽകുമെന്ന് രാഹുൽ ഗാന്ധി പറയുന്നു. അതിന് അദ്ദേഹത്തിന് അധികാരമുണ്ടോ എന്ന ചോദ്യവും ഷാ ഉന്നയിച്ചു. തിരഞ്ഞെടുപ്പിന് ശേഷം ഉചിതമായ സമയത്ത് സംസ്ഥാന പദവി തിരികെ നൽകുമെന്ന് താൻ പാർലമെന്റിൽ വ്യക്തമാക്കിയതാണ് എന്നും രാഹുൽ ഗാന്ധി കാശ്മീരിലെ ജനങ്ങളെ കബളിപ്പിക്കുന്നതിന് അവസാനിപ്പിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം കോൺഗ്രസ് സർക്കാരുകളുടെ കാലത്ത് ന്യൂനപക്ഷകാര്യ മന്ത്രാലയം മുസ്ലിം കാര്യങ്ങളുടെ മന്ത്രാലയമാണ് എന്നാണ് എല്ലാവരും കരുതിയിരുന്നതെന്ന് കേന്ദ്ര ന്യൂനപക്ഷകാര്യ പാർലമെന്ററി കാര്യ മന്ത്രിയായ കിരൺ റിജിജു പറഞ്ഞു. ഒരു മുസ്ലിമിന് മാത്രമേ അന്നൊക്കെ ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ ചെയർപേഴ്സൺ ആകാൻ കഴിയുകയുള്ളായിരുന്നു. എന്നാൽ ഇന്ന് അത് മാറി. കേന്ദ്ര സർക്കാരിന്റെ ആദ്യ 100 ദിവസത്തിലെ നേട്ടങ്ങളെക്കുറിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ന്യൂനപക്ഷകാര്യ മന്ത്രാലയം ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ജനങ്ങളിലേക്ക് എത്തേണ്ടതുണ്ട്. ഞാൻ അടുത്തിടെ ചില സംസ്ഥാനങ്ങളിൽ പോയിട്ടുണ്ട്. മുസ്ലിം കാര്യങ്ങളുടെ മന്ത്രാലയമാണ് എന്നാണ് ആളുകൾ ഇതുവരെ കരുതിയിരുന്നത്. കോൺഗ്രസിന്റെ കാലത്ത് അവർ മുസ്ലിം വോട്ട് ബാങ്ക് ഉണ്ടാക്കി. അതുകൊണ്ടാണ് അവർ മുസ്ലിങ്ങളെ കുറിച്ച് മാത്രം സംസാരിച്ചത്. എന്നാൽ ഇപ്പോൾ ഞങ്ങൾ 6 സമുദായങ്ങൾക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നതെന്നും അന്ന് കോൺഗ്രസ് ചെയ്തത് തെറ്റായിരുന്നു, അത് മുസ്ലിങ്ങൾക്ക് ദ്രോഹമുണ്ടാക്കിയെന്നും അദ്ദേഹം പറഞ്ഞു. ഞങ്ങൾ കമ്മ്യൂണിറ്റി തിരിച്ചുള്ള ടാർഗറ്റഡ് പ്രോഗ്രാമുകൾ ആരംഭിച്ചു. അതിനാൽ ഞങ്ങൾ പാഴ്സികൾക്കും ബുദ്ധ മതക്കാർക്കും ജൈനർക്കും ക്രിസ്ത്യാനികൾക്കും സിഖുകാർക്കും മുസ്ലിങ്ങൾക്കും വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട് എന്നും എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണിതെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.